ഇർറിക്കവറബിൾ ഡെറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഇർറിക്കവറബിൾ ഡെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ബാഡ് ഡെറ്റ്സ് എന്ന് വിളിക്കും. ഇതിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പ് നടത്തുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഞാൻ. ഓക്കെ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും $50 എന്ത് ചെയ്തു, കുറച്ച് ചോക്ലേറ്റ്സ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്നോട് പറയുവാണ്, ഇപ്പം കയ്യിൽ ക്യാഷ് ഇല്ല, പിന്നെ തരാമേ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ തരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ പിന്നെ തന്നാ മതി, ബട്ട് ഞാനൊരു ടൈം ലിമിറ്റ് പറയും. ഓക്കെ, ഇത്ര ദിവസത്തിനുള്ളിൽ തരാം. അപ്പം നിങ്ങൾ ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞു പോയി. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഈ $50 തരുന്നത്. ഞാനിങ്ങനെ നോക്കി 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 ഈ ഒരു എമൗണ്ടിനെ പറ്റി ഒരു അറിവുമില്ല. ഈ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയതേ ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സിനാരിയോ. ഇനി ഈ $50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച്, ഓക്കെ നിങ്ങൾ എന്നെ മാത്രം നോക്കുക, എന്നെ സംബന്ധിച്ച് ഇതെന്താണ്? എനിക്ക് അവകാശപ്പെട്ട പൈസയാണല്ലേ, എനിക്ക് കിട്ടാനുള്ള പൈസ. അതെന്താണ്? അസറ്റാണ് അല്ലേ? ഇതൊരു കറണ്ട് അസറ്റാണ്. നിങ്ങൾ വിത്തിൻ 12 months ഇത് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 12 monthsനുള്ളിൽ പേയ്മെന്റ് ചെയ്യണം. സോ കറണ്ട് അസറ്റാണ്. ആൻഡ് ഈ കറണ്ട് അസറ്റിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? റിസീവബിൾസ് അല്ലേ? എനിക്ക് കിട്ടാനുള്ള പൈസ, റിസീവബിൾസ് ഒരു കറണ്ട് അസറ്റാണ്. എൻ്റെ റിസീവബിൾസ് എത്രയാണ്? $50. നിങ്ങൾ എന്ത് ചെയ്തില്ല? തന്നില്ലടോ. അപ്പം ഈ $50 എന്ന് പറയുന്നൊരു ക്യാഷ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇങ്ങനെ കിട്ടില്ല. ഓക്കെ, ഞാനിങ്ങനെ കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഈ പൈസ കിട്ടുന്ന നടപടിയാവേയില്ല, ഈ പൈസ എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ഉറപ്പായ എമൗണ്ട്, അതിനെയാണ് ഇർറിക്കവറബിൾ ഡെറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടാനുണ്ടായിരുന്നു, അതായത് റിസീവബിൾസ് ഉണ്ടായിരുന്നു. ആ റിസീവബിൾസ് എന്താണ്? ബിസിനസ്സിന് ഒരിക്കലും കിട്ടുകയില്ല. അങ്ങനെയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ റിക്കവറബിൾ ഡെറ്റ്സ് അഥവാ ബാഡ് ഡെറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, amounts that the business will definitely not receive from customers, that is irrecoverable debt. ഇനി എങ്ങനെയാണ് ഈ റിക്കവറബിൾ ഡെറ്റ്സ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ്. ഒന്നെന്ന് പറയുന്നത്, നിങ്ങൾ ഈ $50 പോയില്ലേ, നിങ്ങൾ ബാങ്ക്റപ്റ്റ് ആയി എന്ന് വിചാരിക്കുക. ബാങ്ക്റപ്റ്റോ? എന്താണ് ഈ ബാങ്ക്റപ്റ്റ് എന്ന് പറയുന്നത്? ബാങ്ക്റപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടില്ലേ, നമ്മുടെ കോടതി ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യും, നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള $50 പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ കോർട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുക, ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ബാങ്ക്റപ്റ്റ് എന്ന് പറയുക. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് സാധനം കടത്തിന് വാങ്ങിക്കൊണ്ട് പോയ ആൾക്ക്, ആ കസ്റ്റമറിന് തിരിച്ച് പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ആൾക്ക് സാധിക്കില്ല എന്ന് നമ്മുടെ കോടതി തന്നെ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാങ്ക്റപ്റ്റ് എന്ന് പറയുക. സോ ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ ബാങ്ക്റപ്റ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ $50 കിട്ടാത്തത്. അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ വേണ്ടല്ലേ. സോ വേറൊരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കുക, ആ ആള് മരിച്ചു. ഓക്കെ, വിത്ത് നോ എസ്റ്റേറ്റ്. അതായത് ആള് മരിച്ചു വിത്ത് നോ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒന്നുമില്ല, അതായത് നിങ്ങൾക്കൊരു അസറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതെടുത്തിട്ട് ആ ഒരു $50 സെറ്റ് ചെയ്തേനെ. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിതിങ് ദ പേഴ്സൺ ഓൺ, അതായത് ആ ആള് നമ്മുടെ കസ്റ്റമർ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾക്കുള്ള എല്ലാ സാധനത്തിനെയാണ് നമ്മൾ എസ്റ്റേറ്റ് എന്ന് പറയുക. അതായത് നമ്മുടെ ക്യാഷ്, ഹൗസ്, ലാൻഡ്, ബാങ്ക് ബാലൻസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ എസ്റ്റേറ്റ് എന്ന് പറയുക. ദർ ഈസ് നോ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ബിസിനസ്സിന് നിങ്ങളുടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിലും എന്തുണ്ടാവും? ഇർറിക്കവറബിൾ ഡെറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ പൈസയും കൊണ്ട് നിങ്ങൾ എൻ്റെ ചോക്ലേറ്റ്സും കൊണ്ട് മുങ്ങി $50 തന്നുമില്ല. സോ കസ്റ്റമർ ഡിസപ്പിയർ ആവുക, അത് ഒരു കേസാണ്. നാലാമത്തത് നമ്മുടെ കോർട്ട് തന്നെ കൺഫേം ചെയ്യുകയാണ് ഈ എമൗണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് കിട്ടാൻ പോകുന്നില്ല. ഈ ബിസിനസ്സിന് ഈ ഒരു റിസീവബിൾ എമൗണ്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് കോർട്ട് തന്നെ കൺഫേം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ 4 സിറ്റുവേഷൻസ് ഇത് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഇർറിക്കവറബിൾ ഡെറ്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇർറിക്കവറബിൾ ഡെറ്റ് നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഇർറിക്കവറബിൾ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു എമൗണ്ട് കിട്ടില്ല, അല്ലേ? സോ അവിടെ ഒരു ലോസ്, ഇവിടെ ഒരു നഷ്ടം ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ ആ നഷ്ടം കാണിക്കണ്ടേ? ഒരു ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് റെക്കോർഡ് ചെയ്യണം എന്നാണ്. സോ നമ്മൾ ഇർറിക്കവറബിൾ ഡെറ്റ് ഒരു എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഓക്കെ, എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്ന എന്തിനാ? എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ P&Lലെ എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? പ്രോഫിറ്റ് കുറയും, അല്ലേ? സോ അങ്ങനെ നമ്മൾ ഈ ഇർറിക്കവറബിൾ ഡെറ്റിനെ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുക. ആൻഡ് ആ എമൗണ്ട് $50 നേരത്തെ ഒരു റിസീവബിൾസ് ഉണ്ടായിരുന്നില്ലേ? ആ $50 റിസീവബിൾസ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ജേർണൽ എൻട്രിയിലോട്ട് പോവാം. ഡെബിറ്റ് ഇർറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ്. നമ്മൾ എന്തിനാ ഇത് ഡെബിറ്റ് ചെയ്തത്? കാരണം ഇതൊരു എക്സ്പെൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എക്സ്പെൻസ് ആയിട്ടാ റെക്കഗ്നൈസ് ചെയ്യാ പറഞ്ഞു. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇർറിക്കവറബിൾ ഡെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. ആൻഡ് നമ്മുടെ റിസീവബിൾസ് കുറയ്ക്കണം, അല്ലേ? ഇനി ആ റിസീവബിൾസ് അവിടെ ഉണ്ടോ? നമുക്ക് ആ $50 കിട്ടാൻ പോകുന്നോ? ഇല്ല. സോ റിസീവബിൾസ് കുറയ്ക്കണം. റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു കറണ്ട് അസറ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ എൻ്റെ കറണ്ട് അസറ്റ് കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് റിസീവബിൾസ് ക്രെഡിറ്റ് ചെയ്തത്. ഓക്കെ, ഈ എൻട്രി വരുമ്പോഴത്തേനും നമ്മുടെ എക്സ്പെൻസ് കൂടിയത് കാരണം പ്രോഫിറ്റ് കുറഞ്ഞോളും. അതുപോലെ തന്നെ നമ്മുടെ റിസീവബിൾസും കുറഞ്ഞിട്ടുണ്ട്. സോ അസറ്റും കുറഞ്ഞു. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ കസ്റ്റമർ ഓസ് $10,000 ബട്ട് ബിക്കംസ് ബാങ്കറപ്റ്റ്. അതായത് ഒരു കസ്റ്റമർ നമുക്കൊരു $10,000 തരാനുണ്ടായിരുന്നു. ആ ആള് ബാങ്കറപ്റ്റ് ആയി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ജേർണൽ എൻട്രി എഴുതുക? ഈ 10,000 നമുക്ക് ലോസ് ആണ്. സോ ഇതെന്താണ്? ഇത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല, കാരണം ബാങ്കറപ്റ്റ് ആയി, അല്ലേ? നമ്മുടെ കോടതി പറയുവാണ് ആ ആൾക്ക് ഈ ഒരു ഡെപ്റ്റ് അടച്ചു തീർക്കാൻ പറ്റില്ല എന്ന് കോടതി തന്നെ പറഞ്ഞു. സോ നമുക്ക് ഈ എമൗണ്ട് കിട്ടാനേ പോകുന്നില്ല. സോ അതുകൊണ്ട് ഇത് ഇർറിക്കവറബിൾ ഡെറ്റ് ആണെന്ന് മനസ്സിലായി. അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുക എന്നും പറഞ്ഞു. സോ എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ വി ഡെബിറ്റ് ഇർറിക്കവറബിൾ ഡെപ്റ്റ് എക്സ്പെൻസ് $10,000. ആൻഡ് ഓൾസോ ഈ $1,000 എനിക്ക് കിട്ടാനുണ്ടായിരുന്നതാണ്, അല്ലെ? റിസീവബിൾസ് ആയിരുന്നു. ഇനി അവിടെ ആ എമൗണ്ട് റിസീവബിൾസ് ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ആ എമൗണ്ട് എനിക്കിനി കിട്ടില്ല. സോ ട്രേഡ് റിസീവബിൾസ് കുറയ്ക്കണം. റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ആയിരുന്നു. അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. സോ ക്രെഡിറ്റ് ട്രേഡ് റിസീവബിൾസ് $10,000. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇർറിക്കവറബിൾ ഡെറ്റ്സ് റിക്കവേർഡ്. എന്താണ് ഈ ഇർറിക്കവറബിൾ ഡെറ്റ് റിക്കവേർഡ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒരു $10,000 നമുക്ക് റിസീവബിൾസ് ഉണ്ടായിരുന്നു, അത് കിട്ടാനേ പോണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? റിസീവബിൾസ് വെട്ടിക്കളഞ്ഞു. അവിടെ ഇർറിക്കവറബിൾ ഡെറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴുണ്ടടാ എനിക്കൊരു സർപ്രൈസ് വരുന്നു. എന്താ സർപ്രൈസ്? ഈ കസ്റ്റമർ എന്ത് ചെയ്തു? എനിക്ക് പേയ്മെന്റ് നടത്തി. ഞാൻ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച എമൗണ്ട് എന്ത് ചെയ്തു? പേ ചെയ്തു.
സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10,000 നമ്മൾ വെട്ടിക്കളഞ്ഞ, അതായത് നമ്മൾ റിസീവബിൾസിന്ന് എടുത്ത് കളഞ്ഞത് നമ്മൾ റിക്കവർ ചെയ്യണം അല്ലേ? സോ സംടൈംസ് സർപ്രൈസ് റിക്കവറി ഹാപ്പൻ ആഫ്റ്റർ റൈറ്റിംഗ് ഓഫ് ദ റിസീവബിൾസ് വാസ് ഓൾറെഡി റിമൂവ്ഡ് ഏർലിയർ. സോ റിക്കവറി ട്രീറ്റഡ് ആസ് ഡിക്രീസ് ഇൻ എക്സ്പെൻസ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ജേണൽ എൻട്രി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. എങ്ങനെയാ മാറ്റം വരുത്തുക നോക്കാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. 10,000 ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഇയർ റിട്ടേൺ ഓഫ് ചെയ്തത്. ഈ ഇയറിൽ ആ കസ്റ്റമർ എന്ത് ചെയ്തു? 10,000 തന്നില്ല, ബട്ട് 4,000 പേ ചെയ്തു. ഓക്കെ. സോ ഈ 4,000 പേ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഒരു ക്യാഷ് 4,000 കിട്ടും അല്ലേ? ക്യാഷ് 4,000 നമ്മുടെ ബിസിനസ്സിലേക്ക് വരും. ആൻഡ് ക്യാഷ് എന്ന് പറയുന്നത് എന്താ? അസറ്റാണ്. അസറ്റ് കൂടിയത് കൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഓക്കെ. ഇനി നേരത്തെ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തിരു അല്ലേ? ഇവിടെ നമ്മൾ ഒരു ഡെബിറ്റ് ചെയ്തു. എത്ര? 10,000. ഈ 10,000 4,000 നമുക്ക് കിട്ടി അല്ലേ? സോ ഇവിടെ എക്സ്പെൻസ് കൂട്ടി വെച്ചിരിക്കുവാണ് 10,000 എന്ന്. അത്രയുണ്ടോ എക്സ്പെൻസ്? ഇല്ല. സോ നമുക്ക് 4,000 നമുക്ക് കുറയ്ക്കണം. ഇതിൽ നിന്ന് 4,000 കുറയ്ക്കണം. സോ ഡെബിറ്റ് ചെയ്തത് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ഇർറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ് എത്രയാണോ എമൗണ്ട്, ആ എമൗണ്ട്, ദാറ്റ് ഈസ് $4,000. ഓക്കെ. ഇതാണ് എമൗണ്ട് റിക്കവർ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രി. ഡെബിറ്റ് ക്യാഷ്, ക്രെഡിറ്റ് ഇർറിക്കവറബിൾ ഡെറ്റ് എക്സ്പെൻസ്. കാരണം നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചത് എന്ത് ചെയ്തു? കുറഞ്ഞു. എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇർറിക്കവറബിൾ ഡെറ്റ്സ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ബാഡ് ഡെറ്റ്സ് എന്ന് പറയും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടെ ജസ്റ്റ് ഒന്ന് ഒപ്പീനിയൻ പറയുക. ആൻഡ് ഓൾസോ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓൾസോ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.